ഫുഡ് ബ്ലോഗാണ്. ഞാൻ കൊച്ചിയിലെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണി റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ദ റെസ്റ്റോറൻറ്റ് നെയിം ഈസ് തലപ്പാക്കട്ട് ദം ബിരിയാണി. ഒരു ബ്രാൻഡായി മാറിയ ഒരു സാധനമാണ്. സോ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഇന്ന് ഫസ്റ്റ് ടൈം ഞങ്ങൾ എല്ലാവരും പോയി ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. കാണാം. ഞങ്ങളിൽ കുറച്ചെങ്കിലും തമിഴ്നാട് എക്സ്പീരിയൻസുകൾ ഉള്ളത് അരുണാടനാണ്. സോ അരുണാടൻ ഈ ബിരിയാണി നേരത്തെ ട്രൈ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ തമിഴ്നാട് ബിരിയാണി എങ്ങനെയാണെന്ന് നമുക്ക് അരുണാടനോട് ചോദിച്ചു നോക്കാം. എനിക്ക് തമിഴ്നാട് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഭയങ്കര ഫ്ലേവർഫുൾ ആയിരിക്കും. എന്താ പറയുക, ഞാൻ ഫസ്റ്റ് ആയിട്ട് തമിഴ്നാട്ടിൽ പോയത് ദിണ്ടുകറിലാണ്. ഞാൻ കഴിച്ചതാണ്. നല്ലതാണ്, അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അടിപൊളിയാണ്. അപ്പൊ ദിണ്ടുകളുടെ കൊച്ചി വേർഷൻ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. എറണാകുളത്തും കഴിച്ചിട്ടുണ്ട്, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഞങ്ങള് അന്ന് അൽഫാം കഴിക്കാൻ വേണ്ടി പോയ സമയത്ത് അരുണോട് ചോദിച്ചാൽ നമുക്ക് തലപ്പാക്കട്ടി കഴിക്കാൻ വേണ്ടി പോയായിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ലഞ്ച് ടൈമിൽ നമുക്ക് പോകാം, എന്നാൽ നമുക്ക് നല്ല വിശപ്പോടെ കൂടി ആ റൈസ് കഴിക്കാൻ പറ്റും. നിനക്ക് കഞ്ഞി വേണ്ടടാ? ഏതാ കഞ്ഞി വേണ്ടാത്ത? പറ, നീയല്ലേ പറഞ്ഞ നിനക്ക് കഞ്ഞി മതിയെന്ന്. നീ കഞ്ഞി കുടിച്ചോളാം, ഞാൻ ഇവിടെ അങ്ങനെ ഇരുന്നോളാന്ന്. ഇപ്പൊ തലപ്പാക്കട്ടിന്ന് കേട്ടപ്പോ നിനക്ക് എന്താ പെട്ടെന്നൊരു മാറ്റം? ഞാൻ എന്തെങ്കിലും കഴിക്കണ ദിവസം ഞാൻ എന്തെങ്കിലും പറഞ്ഞു അന്ന് ഇവിടെ ചോറ് കഴിക്കാൻ പോകും. ഞാൻ എന്തെങ്കിലും കഞ്ഞി കുടിക്കാതെ വെച്ചാൽ ഇവിടെ ബിരിയാണിയോ മന്തി കഴിക്കാൻ പോകും. അപ്പൊ ഞാൻ എന്താ ചെയ്യാ, എന്റെ മൈൻഡിനെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. കഞ്ഞിലാണ് കുടിക്കാൻ. തലപ്പാക്കട്ടില്ലേ കഴിക്കാൻ പോകും. ഹിസ്റ്ററി ഓഫ് തലപ്പാക്കട്ട്. ഇത്ര റീജിയണിലാണ് അവർക്കുള്ളത്. ദ ലെജൻഡറി തലപ്പാക്കട്ടിന്റെ ഓണർ, ഫൗണ്ടർ എന്താ 1957. ഇവർക്ക് 100+ ഔട്ട്ലെറ്റ് ഉണ്ട്. 6 രാജ്യങ്ങളിലായിട്ടാണ് ഉള്ളത്. കണ്ടാ, 1957 തുടങ്ങിയത്. തിരുനാഗസ്വാമിയാണ് ഇതിൻ്റെ ഫൗണ്ടറായിട്ട് വരുന്നത്. ആളുടെ വൈഫിൻ്റെ റെസിപ്പി ആൾ ഫോളോ ചെയ്ത് ഇപ്പോൾ ഒരു ബ്രാൻഡായി ഇങ്ങനെ നിൽക്കുന്നു. അപ്പം തന്നെ അവർ ഓർഡർ എടുത്തതിന് ശേഷം ഒരു പ്ലേറ്റ്, അതായത് ഇലയുടെ ഷേപ്പുള്ള പ്ലേറ്റ്, അതിൻ്റെ മുകളിൽ ഇല വെച്ചിട്ടാണ് അവർ തന്നിരിക്കുന്നത്. നല്ല രീതിക്ക് കഴുകി വൃത്തിയാക്കിയ ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടിയത്. നമ്മുടെ മെയിൻ ഐറ്റം വന്നു ബിരിയാണി. ഞങ്ങളെല്ലാവരും ചിക്കൻ ബിരിയാണിയാണ് മേടിച്ചത്. മട്ടനൊക്കെ ഭയങ്കര റേറ്റാണ്. ചിക്കൻ ബിരിയാണിക്ക് തന്നെ ഇൻക്ലൂഡിങ് GST പെർ പേഴ്സൺ 300 rupees ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മിക്കപ്പോഴും വ്ളോഗ് എടുക്കുന്നതിന് മുന്നേ അവൻ അറിയാതെ കഴിച്ചു പോകും. ആ സമയത്ത് അവൻ ഫുഡ് എടുത്തോടത്തുനിന്ന് പിന്നെ വെക്കും. അതുകൊണ്ട് പക്ഷേ ഇത്തവണ എന്താണെന്നറിയില്ല, അവൻ ക്ഷമയോടെ ഓക്കെ അപർണിച്ച് വീഡിയോ എടുത്തതിന് ശേഷം കഴിക്കാം എന്ന രീതിക്ക് വെയിറ്റ് ചെയ്തു. അച്ചാർ പിന്നെ ഇതിൻ്റെ കൂടെ അവർ തന്നിട്ടില്ല. അവർ തന്നെ സെപ്പറേറ്റ് വന്നിട്ട് നമുക്ക് അച്ചാർ വിളമ്പി തരുവാണ്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ബിരിയാണി 2 പീസായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഒരു മുട്ടയും. ഒരു ബിരിയാണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഫ്ലേവർഫുൾ റൈസാണ്. പക്ഷേ നമുക്ക് നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന ബിരിയാണിയിൽ ഒരു കിട്ടുന്ന ടേസ്റ്റുകൾ ഉണ്ടാവുമല്ലോ, ഈ ഏലക്ക അല്ലെങ്കിൽ ഏലക്കനൊന്നും കുത്തുന്ന ടേസ്റ്റ് അല്ല, മൈൽഡ് ടേസ്റ്റൊക്കെ നമ്മുടെ ബിരിയാണിയിൽ ഉണ്ടാവില്ല. അങ്ങനത്തെ ടേസ്റ്റുകളൊന്നുമില്ല. അത് നോർമലായിട്ടൊരു ചിക്കൻ സോക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു വാട്ടറിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന മൈൽഡ് ഫ്ലേവേർഡ് റൈസാണ്. നമുക്ക് ഓവർ നെയ്യൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ട് കുറേ കഴിക്കാൻ വേണ്ടി പറ്റും. ചില സമയത്ത് ബിരിയാണിയിൽ കുറേ നെയ്യ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ലിമിറ്റായി പോകും, അധികമൊന്നും കഴിക്കാൻ വേണ്ടി പറ്റില്ല. പെട്ടെന്ന് നമ്മൾ കഴിക്കുന്നത് നിർത്തിപ്പോവും, ആ ഒരു നെയ്യ് കൂടുതലുള്ളതുകൊണ്ട്. ഇതിലങ്ങനെ ഓയിൽ നെയ്യൊന്നും അധികം ഇല്ല കേട്ടോ. നമുക്ക് അതുകൊണ്ട് തന്നെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. ചിക്കനും റൈസും ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഈ നമ്മളവിടുത്തെ റൈസ് വിട്ട് വന്നിട്ടുണ്ടെങ്കിലാണ് പക്ക റൈസ് എന്ന് നമ്മൾ പറയാം. പക്ഷെ ഇവിടുത്തെ റൈസ് വിട്ടിട്ടല്ല കേട്ടോ, നല്ല രീതിക്ക് ഇങ്ങനെ ഒട്ടി നിൽക്കുന്ന റൈസ് തന്നെയാണ്. സോ അത് എനിക്ക് പേഴ്സണലി ഇഷ്ടമായിരുന്നില്ല, പക്ഷെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ കൂടെ തന്നെ ചിക്കൻ നല്ല പോലെ നമുക്ക് വെന്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി പറ്റും. ഓവർ പ്രൈസ്ഡ് ആണോ എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലെ ഒരു സാധനം വേറൊരു സംസ്ഥാനത്തേക്ക് വേറൊരു നാട്ടിലേക്ക് പോണ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു വാല്യൂ ഓഫ് പ്രൈസ് ഉണ്ടല്ലോ. അവിടെ ഇപ്പോൾ നമ്മളുടെ മലബാർ ബിരിയാണി ആണെങ്കിൽ അത് തമിഴ്നാട് കിട്ടുന്ന സമയത്ത് നമുക്ക് ഇവിടെ 120 രൂപ കിട്ടും. തമിഴ്നാട് ചിലപ്പോൾ 220 ആവും. അത് അവിടെ ആ കടക്കാരൻ ഇടുന്ന റേഞ്ച് അനുസരിച്ചിരിക്കും. അതേപോലെ തന്നെ അവരുടെ നാട്ടിലെ ഒരു ഫുഡ്, തമിഴ്നാടൻ ഫുഡ് നമ്മുടെ കോഴിക്കോട്ടിലേക്ക്, നമ്മളെ കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് പ്രൈസ് ആഡ് ചെയ്യാം. പ്രൈസിൽ അയ്യോ നമുക്ക് ഇത്രയും കൊടുത്തിട്ട് ഒരു മോശം ഭക്ഷണം കിട്ടിയല്ലോ എന്നൊരു ഫീൽ ഇല്ല. അങ്ങനെ ഞങ്ങൾ തലപ്പാക്കട്ട് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് തിരിച്ച് ഓഫീസിലേക്ക് പോകാം. അപ്പം തലപ്പാക്കട്ട് ദം ബിരിയാണി കഴിച്ചു. സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മളുടെ കേരളത്തിലെ ബിരിയാണിയായിട്ട് ഇത് താരതമ്യം ചെയ്യേ വേണ്ട.
അത് വേറെ എൻ്റർലി വേറെ ഒരു സ്റ്റേറ്റിൻ്റെ തന്നെ ബിരിയാണിയാണ്. സോ എല്ലാം കൂടി ഒരുമിച്ചുള്ള ആ ഒരു നല്ല സ്റ്റോക്കിൽ വെന്തിരിക്കുന്ന അരി, നമ്മളതിൽ അരി അങ്ങനെ സ്റ്റോക്കിൽ വേവിച്ചിട്ടല്ലല്ലോ ഉണ്ടാവും. സോ തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ ബിരിയാണിയും കേരള സ്റ്റേറ്റിൻ്റെ ബിരിയാണിയും തമ്മിൽ നമുക്കൊരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അത് നമ്മുടെ ചിക്കൻ്റെയൊക്കെ സ്റ്റോക്കിലാണ് അതിൻ്റെ അരി വേവിക്കുന്നത്. അതിൻ്റേതായ ഒരു ഫ്ലേവർ ആ ബിരിയാണിക്ക് ഉണ്ട്. മസ്റ്റ് ട്രൈ ആണോ വെച്ചിട്ടുണ്ടെങ്കിൽ വൺസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. കാരണം വേറൊരു ടൈപ്പ് ബിരിയാണി തന്നെയാണ്, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് തീരെ മടുക്കത്തില്ല, അധികം നെയ്യ് സാധനങ്ങൾ പിന്നെ അനാവശ്യമായിട്ടുള്ള ഫ്ലേവേഴ്സ് സാധനങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. സിമ്പിൾ ബട്ട് സോ ടേസ്റ്റി എന്ന് തന്നെ പറയാം. പിന്നെ അവിടുത്തെ ആംബിയൻസ് ആൻഡ് ആ ഒരു സ്റ്റാഫിൻ്റെ ഒരു ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടാണ് അവർ നമ്മളെ ഡീൽ ചെയ്തത്, അതും സൂപ്പറാണ്. സോ ഞാൻ പോയത് കൊച്ചിയിലാണ്. നിങ്ങൾക്ക് തലപ്പാക്കട്ട് ബിരിയാണി എവിടെയാണോ കിട്ടുന്നത്, ഇപ്പം നിങ്ങൾ ദിണ്ടിങ്ങളാണ് ഇതിൻ്റെ ഒറിജിൻ വരുന്നത്, തമിഴ്നാട് പോകുന്നുണ്ടെന്ന് കഴിക്കാൻ, കൊച്ചിയിൽ നിന്ന് കഴിക്കാൻ, എവിടെന്നെങ്കിലും വൺസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.